നമസ്കാരം. ഫെബ്രുവരി 28-ന് ഇസ്രായേലും US-ഉം ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അയത്തുള്ള അലി ഖമനേയിയെ. ഇപ്പോൾ ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ ആരംഭിച്ചു. അയത്തുള്ള അലി ഖമനേയിക്ക് അന്ത്യാഭിവാദ്യം നേരാൻ എത്തിയ ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് അന്തിച്ചിരിക്കുകയാണ് ലോകം. 100-ലധികം ദിവസം നീണ്ട യുദ്ധത്തിന്റെയും ആക്രമണങ്ങളുടെയും ശേഷവും ഇറാൻ ജനത അന്തസ്സോടെ തലയുയർത്തി തങ്ങളുടെ കൊല്ലപ്പെട്ട നേതാവിന്റെ ഓർമ്മയിലേക്ക് അണിനിരക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് അന്ത്യയാത്രാ നേരത്ത് എത്തിയത് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ഇതെല്ലാം ഇറാൻ ഭരണകൂടം ഭീഷണിപ്പെടുത്തി എത്തിച്ച ജനങ്ങളാണ് എന്ന വിചിത്രമായ ഒരു വാദവും മറുഭാഗത്തുണ്ട്. US-ഉം ഇസ്രായേലും എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ട് ട്രംപിന്റെ ആധി നെതന്യാഹു അങ്ങോട്ടേക്കെങ്ങാനും ഇനി വല്ല ആക്രമണം നടത്തുമോ എന്നതാണത്രേ. കാരണം വെടിനിർത്തൽ മാത്രമല്ല, ലോകം ഉറ്റുനോക്കുകയാണ് ഇറാനിലെ ഈ ചടങ്ങുകളെ. ഒരൊറ്റ ആക്രമണം മതി ലോകമാകെ ഒറ്റപ്പെടുത്താൻ. എന്തൊക്കെയാണ് നടക്കുന്നത് സംസ്കാര ചടങ്ങ് ആരംഭിച്ചതിൻ്റെ സാഹചര്യത്തിൽ എന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിവസം സംസ്കാര ചടങ്ങ് പിന്നിടുമ്പോൾ എന്താണ് സ്ഥിതി? ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല സമുച്ചയത്തിലാണ് പൊതുദർശനവും അനുസ്മരണ ചടങ്ങുകളും നടക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ ജനാവലി സർക്കാർ ദേശീയ ഐക്യത്തിൻ്റെ പ്രകടനം എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ചടങ്ങിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ മുദ്രാവാക്യങ്ങളും പ്രതിരോധം തുടരും, അതിജീവിക്കും എന്ന സന്ദേശവും ഉയർത്തിക്കാട്ടിയാണ് ജനം അണിനിരക്കുന്നത്. സുരക്ഷ അതീവ കർശനമാണ്. വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധാനന്തരം ഇറാന്റെ തിരിച്ചുവരവിന് ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയായി ഈ ചടങ്ങ് മാറുകയാണ്. അനുസ്മരണം അറിയിക്കാൻ ലോകമെങ്ങുമുള്ള വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സാഹചര്യത്തെയും സൂചിപ്പിക്കുന്നു. ഏകദേശം 30 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതുവരെ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ ദേശീയ ജനകീയ കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ ഹേ വെയ്, റഷ്യയുടെ ഉന്നതതല പ്രതിനിധി സംഘം, ഇറാഖ് പ്രസിഡന്റ്, ലബനൻ, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ തുടങ്ങി വൻ നിര തന്നെയുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘം എത്തി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നൈനും നേതൃത്വം നൽകിയ സംഘമാണ് ഇന്ത്യയിൽ നിന്ന് എത്തിയത്. ഇന്ത്യൻ സർക്കാരിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പവിത്ര മാർഗരിറ്റ എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി എന്ന് ബീഹാർ ലോക് ഭവനും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇന്ത്യയിലെ ഇറാൻ എംബസിയും ഇരുവരും ഖമനേയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഒപ്പം ഇന്ത്യൻ മത രാഷ്ട്രീയ നേതാക്കളും പ്രതിനിധി സംഘവും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയതായി എംബസി അറിയിച്ചു. ഖമനേയിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സൽമാൻ ഖുർഷിദും ചടങ്ങിലെത്തി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് ഉന്നതതല പ്രതിനിധി സംഘത്തെ അയച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു. അതേസമയം റഷ്യയും ചൈനയും രാഷ്ട്രത്തലവന്മാരെ അയച്ചിട്ടില്ല. ഉന്നതതല പ്രതിനിധി സംഘങ്ങളാണ് അയച്ചിരിക്കുന്നത്. അവരവരെ തമ്പടിക്കുന്നുമുണ്ട്. സംസ്കാര ചടങ്ങിനിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ അസ്ഥാനത്തുമായി. US-ന്റെ കനത്ത മുന്നറിയിപ്പ് മൂലം അവർ പിന്മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഇപ്പോൾ ഇറാനിൽ ഒരു ആക്രമണം നടത്തിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന വിലയിരുത്തലും ഉണ്ട്. വൻ ജനക്കൂട്ടം, വിദേശ പ്രതിനിധികളുടെ സാന്നിധ്യം, ഇതുമൂലം ഇറാൻ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ. ഈ ഘട്ടത്തിൽ എന്തിടപെടൽ എതിരായി നടത്തിയാലും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറും. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടെ ട്രംപ് ഇറാനിലെ ഒരാഴ്ച നീളുന്ന സംസ്കാര ചടങ്ങുകളെ പരിഹസിച്ചത് US മാധ്യമങ്ങളിലെ വാർത്തയാണ്. ഞങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസം തകർത്തു, കരാറിലെത്താനായി അവർ ആഗ്രഹിക്കുന്നുണ്ട്, അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഒരാഴ്ചത്തെ ഇടവേള നൽകി എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ഞങ്ങൾ നല്ലവരാണ് എന്ന് ട്രംപ് വിശദീകരിക്കുന്നു. എന്തായാലും സമാധാന ചർച്ചകളിൽ നിന്ന് US പിന്മാറിയിട്ടില്ല. അതേസമയം സംസ്കാര ചടങ്ങുകളുടെ സ്വീകാര്യതയും ജനപങ്കാളിത്തവും വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തവും US നിരീക്ഷിച്ചു വരികയാണ്. ആദ്യ ദിവസം തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമായി ചടങ്ങ് മാറി എന്നതും US-നെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇനി വരാനിരിക്കുന്ന ചടങ്ങുകൾ ലോകം ഉറ്റുനോക്കുകയാണ്. നിലവിലെ ഔദ്യോഗിക പരിപാടി പ്രകാരം ഇനിയുള്ള ചടങ്ങുകൾ ഇങ്ങനെയാണ്. ടെഹ്റാനിലെ പൊതുഘോഷയാത്ര, ഖോം നഗരത്തിലെ മത ചടങ്ങുകൾ, പിന്നാലെ ഇറാഖിലെ നജഫ് കർബല സന്ദർശനം. മൃതദേഹവുമായി അവിടെ നടക്കുന്ന ചടങ്ങ് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റും. പിന്നീട് മൃതദേഹം വീണ്ടും ഇറാനിലേക്ക്. അന്തിമ സംസ്കാരം മഷ്ഹദിലെ ഇമാം റസ ദർഗയ്ക്ക് സമീപം ജൂലൈ 9-ന്. ഇതാണ് നിലവിലെ ചാർട്ട്. എന്തിന് മൃതദേഹം ഇറാഖിലേക്ക് കൊണ്ടുപോകുന്നു? ഈ സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകും. ഇറാഖിലേക്കുള്ള യാത്ര ലോകത്തിന് മുന്നിലേക്ക് ഈ പ്രതിസന്ധി കാലത്ത് ഇറാൻ വയ്ക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയവും മതപരവുമായ സന്ദേശമാണ്. നജഫും കർബലയും ലോക ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധ കേന്ദ്രങ്ങളാണ്. മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ഇറാൻ പറയാൻ ശ്രമിക്കുന്നത് ഇറാന്റെ നേതൃത്വം ദേശീയ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല,
ആഗോള ഷിയ നേതൃത്വത്തിന്റെ പ്രതീകമാണ് എന്നതാണ്. ഇറാഖിലെ ഷിയ സമൂഹത്തോടുള്ള ഐക്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇറാൻ ലോകത്തോട് പറയുന്നത് ഇതാണ്. എതിരാളികൾ പ്രഖ്യാപിച്ചിരുന്നത് ഇറാൻ സമ്പൂർണ്ണമായി തകർക്കും, ഭരണകൂടത്തെ മാറ്റും എന്നൊക്കെയാണ്. എന്നാൽ പരമോന്നത നേതാവിനെ കൊന്നിട്ടും അവിടുത്തെ ഭരണകൂടം തകർന്നില്ല. ഭരണ സംവിധാനവും സൈനിക ഘടനയും ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്താൻ ഭരണകൂടത്തിന് ഇപ്പോഴും കഴിയും. യുദ്ധത്തിൽ ഇറാൻ തകർന്നില്ല, അതിജീവിക്കുന്നു എന്ന പ്രതിരോധത്തിന്റെ രാഷ്ട്രീയ കഥയാണ് സർക്കാർ, ഇറാൻ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുജ്തബ ഖമനേയി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണി എന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം സംബന്ധിച്ച അവ്യക്തതകളും ഉണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷാ സംബന്ധമായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അദ്ദേഹം പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ചില സസ്പെൻസുകൾ ലഭിക്കും എന്നുള്ള സൂചനകൾ ഇറാൻ നേതൃത്വം നൽകുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം ലക്ഷങ്ങൾ തടിച്ചുകൂടി എത്തിക്കൊണ്ടിരുന്ന യാത്രയപ്പിലേക്ക് ജനങ്ങളെ കൂട്ടാൻ സർക്കാർ ഭരണകൂടത്തിന്റെ ഭീഷണി പ്രയോഗിച്ചു എന്ന ആരോപണം US ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം സ്വമേധയാ എത്തിയതല്ല എന്നും ഭരണകൂടം നിർബന്ധിച്ചെത്തിച്ചതാണ് എന്നുമാണ് പ്രചാരണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വൻ പ്രതിഷേധങ്ങൾ യുദ്ധം വന്നതോടെ അടങ്ങുകയായിരുന്നുവെന്നും ഇപ്പോഴും ആ രോഷം ജനങ്ങളിൽ ഉണ്ട് എന്നും അതിനെയൊക്കെ മറികടന്ന് സ്വാഭാവികമായി ജനം ഇങ്ങനെ ഈ ചടങ്ങിലേക്ക് ഇത്രയധികം ഒഴുകിയെത്താൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഇസ്രായേൽവാദികളുടെ വിലയിരുത്തൽ. വിലാപയാത്രയിൽ ലക്ഷങ്ങളാണ് അണിനിരന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ ഘട്ടങ്ങളുള്ള ചടങ്ങിന്റെ ആദ്യ ദിവസത്തെ മാത്രം കണക്കാണ് ഇപ്പോൾ ചർച്ചയായത്. ചടങ്ങിൽ പങ്കെടുക്കാൻ തൊഴിലാളികളെയും വ്യാപാരികളെയും സന്നദ്ധ സംഘടനകളെയും ഇറാൻ അധികാരികൾ സമ്മർദ്ദത്തിലാക്കി എന്നാണ് ആരോപണം. ജൂലൈ 4 നടന്ന ചടങ്ങിന് മുന്നോടിയായി വലിയ തയ്യാറെടുപ്പ് രാജ്യത്ത് നടന്നിരുന്നു. വിദ്യാർത്ഥികൾ, സൈനികർ, തൊഴിലാളി യൂണിയനുകൾ, അഗ്നിശമന സേനാംഗങ്ങൾ തുടങ്ങിയവരെയും മതചടങ്ങുകൾക്ക് ആവശ്യമായ വിലാപയാത്രാ ഗ്രൂപ്പുകളെയും അണിനിരത്തിയിരുന്നു. അതേസമയം അമേരിക്കയിൽ ഇതേ ദിവസം അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 250ാം വാർഷികാഘോഷം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പരമാധികാരിയെ വധിച്ച ഇസ്രായേൽ അമേരിക്ക നീക്കം വീണ്ടും ലോകത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടു. US-ന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ മേന്മ കെടുത്തും മട്ടിലായിപ്പോയി അതെന്ന് പലരും വിമർശിക്കുന്നു. വിതച്ചത് കൊയ്യുന്നു എന്നാണ് ഇറാൻ അനുകൂലികളുടെ തിരിച്ചടി. ഈ സാഹചര്യത്തിലാണ് US ആഘോഷങ്ങളെ എല്ലാം കടത്തിവെട്ടി ഇറാനിൽ വിലാപയാത്രയ്ക്ക് അണിനിരന്ന ജനക്കൂട്ടം ലോകത്തെ അതിശയിപ്പിച്ചത്. ഖമനേയിയുടെ ചിത്രങ്ങളും ഏന്തി മോസ്കിലേക്ക് ഒഴുകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങൾ ദേശീയ ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായാണ് ഇറാൻ വാഴ്ത്തുന്നത്. അതിനിടയിലാണ് ഇസ്രായേൽ US മാധ്യമങ്ങൾ ജനക്കൂട്ടത്തെ ആസൂത്രിതമായി എത്തിച്ചത് എന്ന സംശയം ഉയർത്തിയത്. ജനം നിർബന്ധമായി പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ മേഖലകളിൽ ഭീഷണി സന്ദേശം പോയി എന്നാണ് അവരുടെ വാദം. വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു അത്രേ. മാത്രമല്ല, സംസ്കാര ചടങ്ങുകൾ കഴിയും വരെ മാധ്യമങ്ങൾ മറ്റൊന്നും സംപ്രേഷണം ചെയ്യാത്ത സാഹചര്യമുണ്ട്. രാജ്യത്തിൻ്റെ ആകെ ദുഃഖഭരിതമായ അവസ്ഥയാണല്ലോ. എന്നാൽ അതും ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് വാദം. ഈ ദിവസങ്ങളിൽ മറ്റൊന്നും സംപ്രേഷണം ചെയ്യരുത് എന്ന് സർക്കാർ വിലക്കി എന്നാണ് പറയുന്നത്. ചടങ്ങുകൾക്ക് ഏറ്റവും മികച്ച കവറേജ് നൽകണം എന്ന് ആഹ്വാനം ചെയ്തു അത്രേ. ഖമനേയിയെക്കുറിച്ചുള്ള സ്റ്റോറികൾ, റിപ്പോർട്ടുകൾ, ഡോക്യുമെൻ്ററികളൊക്കെ മാത്രമേ നൽകാവൂ എന്ന് ടെലിവിഷൻ ചാനലുകൾക്കും നിർദ്ദേശമുണ്ട് എന്നാണ് US ഇസ്രായേൽ മാധ്യമങ്ങളുടെ വാദം. അതെന്തായാലും ഇറാൻ ജനത മുഴുവൻ അന്ത്യയാത്ര മൊഴി അർപ്പിക്കാൻ, ഖമനേയിക്ക് അന്ത്യയാത്ര നൽകാൻ തെരുവുകളിലേക്ക് ഒഴുകി. വാർത്താ ഏജൻസികൾ വാർത്തകളും വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഭരണകൂടം എങ്ങനെയെല്ലാം ഭീഷണിപ്പെടുത്തി എത്തിച്ച ജനതയായാലും ഇറാന്റെ അന്തസ്സിൽ വിശ്വസിക്കുന്ന അമേരിക്ക ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ നിലപാടെടുക്കുന്ന ജനതയാണ് അത് എന്ന കാര്യം. അതേസമയം നിലവിലെ ഭരണകൂടം നേരിടാനിടയുള്ള മറ്റൊരു പ്രശ്നത്തെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഫെബ്രുവരി 28 ഇസ്രായേൽ US ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. പിന്നീട് യുദ്ധം തുടങ്ങി. ഇത്രയും നാൾ ഖമനേയിയുടെ സംസ്കാരം നടത്താതെ രാജ്യം ആ ഓർമ്മയിൽ യുദ്ധത്തെ പ്രതിരോധിച്ച് ഏകബോധത്തോടെ നിലകൊണ്ടു. സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതോടെ ഒരു വലിയ വൈകാരിക പ്രതിസന്ധിയെ അവർ നേരിടേണ്ടി വരും. യുദ്ധം വെടിനിർത്തലിലേക്ക് പോയില്ലെങ്കിലും പോയാലും ഇറാനിൽ മുമ്പുണ്ടായിരുന്ന ആഭ്യന്തര പ്രതിസന്ധികൾ അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. യുദ്ധം പുനരാരംഭിച്ചാൽ അത് കടുക്കും. അക്കാലത്ത് തന്നെ ജനത്തിന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ചിലത് തെരുവിലും എത്തിയിരുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ US-ഉം ഇസ്രായേലും കടന്നു കയറിയപ്പോൾ ജനം എല്ലാം മറന്ന് ഐക്യബോധത്തോടെ നിലകൊണ്ടു. ഖമനേയിയുടെ സംസ്കാരത്തോടെ പൊതുമധ്യത്തിൽ ആ ഒരു ശൂന്യത അഭിമുഖീകരിക്കേണ്ടി വരും. അത് ഭരണ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. അതിനെ അതിജീവിക്കുക, ഇറാൻ ജനതയ്ക്ക് സ്വൈര്യജീവിതം നൽകുക, ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങൾ ഒരുപാട് ഇനിയും ഇറാന് നേരിടേണ്ടതുണ്ട്. അതിനെല്ലാം മറികടക്കാനും യുദ്ധത്തിൻ്റെ മുറിവുകൾ ഉണക്കാനും ഈ സംസ്കാര ചടങ്ങുകളിലൂടെ കഴിയുമെന്നാണ് ഇറാൻ കരുതുന്നത്. ഇറാൻ ജനതയ്ക്ക് ഒരു സ്വൈര്യജീവിതം ഉടൻ സാധ്യമാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.